നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ദ്വിദിന പണിമുടക്ക് പൂർണ്ണം. രണ്ടാം ദിനവും പണിമുടക്ക് ഹർത്താലായി മാറി. പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട RSS പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. പഴയങ്ങാടി ചെങ്ങൽ സ്വദേശി മൊത്തങ്ങ ധനേഷിനെതിരെയാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. പെരിങ്ങോം പന്നമ്പാറ മാതമംഗലം റോഡിന് എന്ന് ശാപമോക്ഷം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. മലയോര മേഖലയിലെ ജനങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങളുടെ വർഷങ്ങളായുള്ള പ്രതീക്ഷ കൂടിയാണ് ഈ റോഡ്. കാർഷിക സംസ്കൃതി ഉയർത്തിപ്പിടിച്ച് കുരുന്നു കൈകൾ. കല്ലുമക്കായ കൃഷിക്ക് വളക്കൂറുള്ള കവായിക്കായലിലെ പാണ്ഡ്യാലക്കടപ്പുറത്ത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷി ഇറക്കി. മാടായി പഞ്ചായത്തിലെ വട്ടത്തോട് നാശത്തിലേക്ക്. പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണി കൂടിയായ തോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി. കോളേജ് ഹോസ്റ്റലുകളിൽ നിന്നുൾപ്പെടെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി ആക്ഷേപം. വാർത്തകളിലേക്ക് വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ദ്വിദിന പണിമുടക്ക് പൂർണ്ണം. രണ്ടാം ദിനവും പണിമുടക്ക് ഹർത്താലായി മാറി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ച 48 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്കിന്റെ രണ്ടാം ദിവസവും സംസ്ഥാനത്ത് ഹർത്താലിന് തുല്യമായി. ബുധനാഴ്ചയും പണിമുടക്കിയ തൊഴിലാളികൾ ട്രെയിനുകൾ തടയുകയും വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. പയ്യന്നൂർ, കണ്ണപുരം എന്നീ സ്റ്റേഷനുകളിലും ട്രെയിനുകൾ തടഞ്ഞു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രതിഷേധം മൂലം അരമണിക്കൂറോളം വൈകിയാണ് ട്രെയിനുകൾ തുടർന്ന് യാത്ര ആരംഭിച്ചത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതായതോടെ ജനജീവിതം താറുമാറായി. ചിലയിടങ്ങളിൽ കടകൾ തുറന്നതൊഴിച്ചാൽ പണിമുടക്ക് ഹർത്താലിന് സമമായി മാറി. ചൊവ്വാഴ്ച പണിമുടക്കിയ തൊഴിലാളികൾ കടകൾ അടപ്പിക്കുകയും സ്വകാര്യ വാഹനങ്ങളും തീവണ്ടികളും തടയുകയും ചെയ്തിരുന്നു. സർക്കാർ ഓഫീസുകൾ മിക്കതും ശൂന്യമായിരുന്നു. ബാങ്കുകളുടെ പ്രവർത്തനവും സ്തംഭിച്ചു. വാഹനങ്ങൾ തടയില്ലെന്നും കടകൾ അടപ്പിക്കാൻ ശ്രമിക്കില്ലെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇത് പാഴ്വാക്കായി. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനവും പയ്യന്നൂരിൽ ട്രെയിൻ തടഞ്ഞു. പയ്യന്നൂരിൽ പ്രകടനമായി എത്തിയ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രവർത്തകരുമാണ് മലബാർ എക്സ്പ്രസ് തടഞ്ഞത്. തുടർന്ന് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പയ്യന്നൂർ ടൗണിൽ നിന്നും ശ്രീകൃഷ്ണൻ MLAയുടെയും മറ്റു പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയ പ്രവർത്തകർ തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മലബാർ എക്സ്പ്രസ് ആണ് തടഞ്ഞത്. തുടർന്ന് നേതാക്കളായ PV കുഞ്ഞപ്പൻ, K രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിനിടെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു അയ്യപ്പ ഭക്തൻ പ്രതിഷേധവുമായി നേതാക്കളുടെ അടുത്തെത്തിയത് നേരിയ സംഘർഷത്തിനും വാക്കുതർക്കത്തിനുമിടയായി. തുടർന്ന് പയ്യന്നൂർ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ഇതോടെ 10 മിനിറ്റ് നിശ്ചയിച്ചിരുന്ന ട്രെയിൻ തടയൽ അരമണിക്കൂറോളം നീണ്ടുനിന്നു. തുടർന്ന് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനവും കണ്ണപുരത്ത് ട്രെയിൻ തടഞ്ഞു. CITU മാടായി ഏരിയ സെക്രട്ടറി IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്ക് രണ്ടാം ദിവസവും പഴയങ്ങാടി മേഖലയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പണിമുടക്കിന്റെ ഭാഗമായി കണ്ണപുരത്ത് ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് സമരക്കാർ തടഞ്ഞുവെച്ചു. ഏറെ നേരം ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. നൂറുകണക്കിന് പ്രവർത്തകരാണ് ട്രെയിൻ തടയൽ സമരത്തിൽ പങ്കെടുത്തത്. IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെയും കൃഷിക്കാരെയും വഞ്ചിക്കുന്ന നിലപാടിലുള്ള മറുപടിയാണ് കഴിഞ്ഞ 5 നിയമസഭാ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. രാജ്യത്ത് രാജസ്ഥാനിലും UP യിലും ബീഹാറിലും ബംഗാളിലും എല്ലാം ഉയർന്നു വരുന്ന കാർഷിക സമര
പുരോഗമിക്കാനുള്ള ഈ സമരം ഇനിയും ഇത്തരത്തിൽ തൊഴിലാളി സംഘടനകളുമായി കർഷക പ്രസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിലപാടെടുക്കുന്നില്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണമായിരിക്കും വരാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കെ പി രാജൻ, പി നാരായണൻ, കെ വിജയൻ, വി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പണിമുടക്ക് രണ്ടാം ദിനവും തൃക്കരിപ്പൂരിൽ ഭാഗികം. ചില കടകളും മത്സ്യമാർക്കറ്റും തുറന്നു പ്രവർത്തിച്ചു. ദേശീയ പണിമുടക്കിൽ രണ്ടാം ദിവസം തൃക്കരിപ്പൂരിൽ കടകൾ ഭാഗികമായി തുറന്നു പ്രവർത്തിച്ചു. ടൗണിൽ ആൾസഞ്ചാരം കൂടിയതിനെ തുടർന്നാണ് ചില കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചത്. മത്സ്യമാർക്കറ്റിൽ ആൾക്കാരെത്തിയതോടെ തരക്കേടില്ലാത്ത കച്ചവടം നടന്നു. ടൗണിൽ പോലീസുകാർ നിലയുറപ്പിച്ചിരുന്നു. ബീരിച്ചേരിയിലെ സമാന്തര മത്സ്യവില്പന സ്റ്റാളിൽ കച്ചവടം തകൃതിയായി നടന്നു. ട്രെയിനുകൾ ഓടി. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അടിക്കടി ഹർത്താലുകൾ നടത്തി ജനജീവിതം സ്തംഭിപ്പിക്കുമ്പോൾ മുണ്ടുമുറുക്കിയെടുത്ത് പട്ടിണിയെടുക്കുന്ന പല പാവങ്ങളെയും ആരും ശ്രദ്ധിക്കാറില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ലോട്ടറി തൊഴിലാളികൾ വരെ ഈ ഗണത്തിൽപ്പെടുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ലോട്ടറി തൊഴിലാളികൾ വരെ ഈ ഗണത്തിൽപ്പെടുന്നു. അന്നത്തെ വരുമാനം കൊണ്ട് വീട്ടിലേക്ക് അരിയും വാങ്ങി നാളത്തേക്കുള്ള പെട്രോളും അടിച്ച് ബാക്കി തുക കൊണ്ടുവേണം ചിട്ടിയും വാഹന വായ്പയും അടക്കാൻ. അടുപ്പിച്ചടുപ്പിച്ചുള്ള ഹർത്താലുകളും പണിമുടക്കുകളും ഇവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ലോട്ടറി തൊഴിലാളികളുടെയും ചെറുകിട കച്ചവടക്കാരുടെയും. ദിവസേന പണമടക്കാമെന്ന വ്യവസ്ഥയിൽ പണം വായ്പയെടുത്താണ് പലരും സ്ഥാപനം തുടങ്ങിയത്. ആഴ്ചയിലെ അവധിയും അതിനിടയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലുകളും ഇവരെ സാമ്പത്തികമായി തെല്ലൊന്നുമല്ല കഷ്ടപ്പെടുത്തുന്നത്. ഈ ദിവസങ്ങളിലെ വരുമാന നഷ്ടം നികത്താൻ ഇവർ നാളുകൾ കഷ്ടപ്പെടേണ്ടി വരും. ഹർത്താലോ ബന്ദോ മറ്റ് പണിമുടക്കുകളോ ഒന്നും ബാങ്കുകൾക്കോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കോ അറിയേണ്ടതില്ലല്ലോ. നിത്യജീവിതത്തിൻ്റെ താളം തെറ്റിയാൽ കുട്ടികളെ പട്ടിണിക്കിട്ട് വായ്പയടയ്ക്കേണ്ട സ്ഥിതിയാണ് പലർക്കും ഹർത്താലുകൾ സംഭാവന ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഹർത്താൽ ദിനത്തിൽ സേവന പ്രവർത്തനവുമായി പഴയങ്ങാടി പോലീസ്. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന പഴയങ്ങാടി പട്ടണത്തിൽ KSTP റോഡിനോട് ചേർന്ന് ബൈക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയാണ് പഴയങ്ങാടി പോലീസ്. പഴയങ്ങാടി SI ബിനു മോഹന്റെ നേതൃത്വത്തിലാണ് ഹർത്താൽ ദിനത്തിൽ ശുചീകരണ പ്രവർത്തനവും പാർക്കിംഗ് കേന്ദ്രം ഒരുക്കാനുള്ള പ്രവൃത്തിയും നടത്തിയത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് യാഥാർത്ഥ്യമായതോടെ പഴയങ്ങാടി പട്ടണം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ്. എരിപുരം പോലീസ് സ്റ്റേഷൻ മുതൽ പഴയങ്ങാടി പാലം വരെ സ്വകാര്യ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിന് വഴിയൊരുക്കുന്നത്. പഴയങ്ങാടി പെട്രോൾ പമ്പിന് സമീപം പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിരുന്നെങ്കിലും ദൂരക്കൂടുതൽ കാരണം പലപ്പോഴും ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടാറില്ല. റോഡരികിൽ അലക്ഷ്യമായി നിർത്തിയിടുന്ന വാഹനങ്ങൾ പോലീസിന് ഏറെ തലവേദന സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഴയങ്ങാടിയിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ പഴയങ്ങാടി പോലീസ് തന്നെ മുന്നിട്ടിറങ്ങിയത്. പഴയങ്ങാടി SIയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ KSTP റോഡിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തി. 100ഓളം ബൈക്കുകളാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പ്രദേശം പോലീസിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഒരാഴ്ചയ്ക്കകം ഇവിടെ ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ നടപടിയുണ്ടാകും. പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രവർത്തനം പഴയങ്ങാടിയിലെ വ്യാപാരി സമൂഹത്തിന് ഏറെ ഗുണകരമാകും. പഴയങ്ങാടി SI ബിനുമോഹൻ, ASI ഗിരീഷ് കുമാർ, ASI അനീഷ്, CPO വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ഇളമ്പച്ചിയിൽ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട ദേശീയ പണിമുടക്ക് വിജയിച്ചതിൽ അഭിവാദ്യമർപ്പിച്ച് സൗത്ത് തൃക്കരിപ്പൂരിലെ ഇളമ്പച്ചിയിൽ പ്രകടനം നടത്തി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് PA റഹ്മാൻ, VV വിജയൻ, ഇബ്രാഹിം മണിയനൊടി, KV ഭാസ്കരൻ, VP ബദറുദ്ദീൻ, P സരസ്വതി തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട RSS പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. പഴയങ്ങാടി ചെങ്ങൽ സ്വദേശി മൊത്തങ്ങ ധനേഷിനെതിരെയാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുവതികളെ ശബരിമലയിൽ കയറാൻ ഒത്താശ ചെയ്തു കൊടുത്തത്
പഴയങ്ങാടി സ്റ്റേഷനിലെ 3 പോലീസുകാരാണെന്ന് കാണിച്ച് അവരെയും കുടുംബത്തിലെ സ്ത്രീകളെയും അശ്ലീല ഭാഷയിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച RSS പ്രവർത്തകനെതിരെ കേസെടുത്തു. ഏഴോം ചെങ്ങലിലെ RSS പ്രവർത്തകൻ മൊത്തങ്ങ ധനേഷിനെതിരെയാണ് പഴയങ്ങാടി പ്രിൻസിപ്പൽ SI ബിനുമോഹൻ കേസെടുത്തത്. 2 ദിവസം മുൻപാണ് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇയാൾ പോലീസുകാരുടെ കുടുംബത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പെരിങ്ങോം പൊന്നമ്പാറ മാതമംഗലം റോഡിന് എന്ന് ശാപമോക്ഷമുണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. മലയോര മേഖലയിലെ ജനങ്ങൾക്കുൾപ്പെടെ ആയിരങ്ങളുടെ വർഷങ്ങളായുള്ള പ്രതീക്ഷ കൂടിയാണ് ഈ റോഡ്. നിർമ്മാണത്തിലെ അപാകതയും ഒച്ചിഴയുന്ന രീതിയിലുള്ള പ്രവർത്തനവും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മാതമംഗലം പൊന്നമ്പാറ പെരിങ്ങോം റോഡ് പ്രവൃത്തി എന്ന് തീരുമെന്നറിയാത്ത അവസ്ഥയിലാണ് യാത്രക്കാരും പരിസരവാസികളും. മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ റോഡിന്റെ വീതി കൂട്ടലും കൾവെട്ട് നിർമ്മാണവും ഇതുവരെയായും പൂർത്തിയായിട്ടില്ല. വ്യത്യസ്ത അളവുകളിലായി നിർമ്മിക്കുന്ന കൾവെട്ട് നിർമ്മാണത്തിന്റെ പേരിൽ പ്രദേശവാസികളും യാത്രക്കാരും ആക്ഷേപമുയർത്തിയിരുന്നു. കുറ്റൂർ സ്മാരകത്തിന്റെ അടുത്ത് ചെറിയ പാലമായി നിലനിന്നിരുന്ന കൾവെട്ട് റോഡിന്റെ ഇടതുഭാഗത്തേക്ക് മാറ്റിയുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 10 മീറ്റർ നീളത്തിലാണ് ഇവിടെ കൾവെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതേസമയം വലതുഭാഗത്ത് 5 മീറ്ററോളം ഭാഗം ഒഴിഞ്ഞുകിടക്കുകയുമാണ്. ഇവിടെ ഇടതുഭാഗത്ത് കാര്യമായ വളവുണ്ടാകുന്ന തരത്തിലാണ് കൾവെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 12 കോടി രൂപയിലാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി. റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം പ്രദേശത്ത് പൊടിശല്യവും രൂക്ഷമാണ്. ഇത്തരത്തിലാണ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതെങ്കിൽ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ. വർഷങ്ങളായുള്ള ഒരു ജനതയുടെ പ്രതീക്ഷ കൂടിയാണ് ഈ റോഡ്. പെരിങ്ങോം CRPF, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വില്ലേജ് ഓഫീസ്, ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ തുടങ്ങി നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കാണ് നിത്യേന ആയിരക്കണക്കിന് ജനങ്ങൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. മലയോര ജനങ്ങൾക്ക് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും ജില്ലാ ആസ്ഥാനത്തേക്കും എളുപ്പമാർഗത്തിൽ എത്താൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത്. നിർമ്മാണ പ്രവർത്തനത്തിൽ ആദ്യഘട്ടം മുതൽ പ്രതിഷേധമുയരുന്ന ഈ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പഴയങ്ങാടി രാമപുരത്ത് ബുള്ളറ്റ് ടാങ്കറുകളുടെ പാർക്കിംഗ് അപകട ഭീഷണി ഉയർത്തുന്നു. സമീപത്തെ ഹൈടെൻഷൻ വൈദ്യുത ലൈനിന് സമീപം ഉൾപ്പെടെ ഗ്യാസ് ടാങ്കറുകൾ പാർക്ക് ചെയ്യുന്നത് ജനങ്ങളിൽ ഭീതി ഉയർത്തുന്നു. പിലാത്തറ പാപ്പനിശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി രാമപുരം പ്രദേശത്താണ് ഗ്യാസ് ലോറികൾ നിർത്തിയിടുന്നത്. പകൽ മുഴുവൻ ഇവർ ഇവിടെ വിശ്രമിക്കുന്നു. വരിവരിയായി നിർത്തിയിടുന്ന ഇത്തരം വാഹനങ്ങൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം ഗതാഗതക്കുരുക്കിനും വഴിയൊരുക്കും. യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് ഇത്തരം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നത്. KSTP റോഡിലൂടെ രാപ്പകൽ ഭേദമില്ലാതെ ഗ്യാസ് ലോറി കടന്നുപോകുന്നത് ഗതാഗതക്കുരുക്കിനും വഴിയൊരുക്കുന്നുണ്ട്. പഴയങ്ങാടി, ചെറുകുന്നുതാറ, ഇരിണാവ് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം നേരിടുന്നു. ബന്ധപ്പെട്ട നിയമപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ഒരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ രാമപുരത്തെ ഗ്യാസ് സിലിണ്ടർ വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുറ്റൂർ കണ്ണങ്കാട്ട് പരിസരത്തെ വീട്ടിൽ നടന്ന മോഷണം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയമിച്ചു. ജനുവരി 5 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്കും 4:30 ഇടയിലായിരുന്നു നാടിനെ നടുക്കിയ മോഷണം നടന്നത്. SV ഷാഫിയുടെ വീട്ടിൽ നിന്ന് 57,000 രൂപയും 20 പവനുമാണ് മോഷണം പോയത്. കണ്ണൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. പോലീസ് നായ മോഷണം നടന്ന വീട്ടിൽ നിന്ന് 100 മീറ്റർ അകലെ കണ്ണങ്കാട്ട് ക്ഷേത്ര പരിസരത്തുള്ള ആളൊഴിഞ്ഞ വീട് വരെ ഓടി തിരിച്ചു വന്നു. പെരിങ്ങോം SI M സജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ പ്രതികൾ വലയിലാകുമെന്ന സൂചനയിലാണ് വീട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കാർഷിക സംസ്കൃതി ഉയർത്തിപ്പിടിച്ച് കുരുന്നുകൈകൾ. കല്ലുമക്കായ കൃഷിക്ക് വളക്കൂറുള്ള കവായിക്കായലിലെ
പാണ്ഡ്യാലക്കടപ്പുറത്ത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷിയിറക്കി. കായലിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായില്ലെങ്കിൽ ജൂൺ ആദ്യവാരത്തിൽ നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടിക്കർഷകർ. നാട്ടുകാരായ നൂറുകണക്കിന് കർഷകരും നിരവധി കുടുംബശ്രീ സ്വാശ്രയ സംഘങ്ങളും കൗവായി കായലിൽ കൃഷി ഇറക്കാറുണ്ടെങ്കിലും ഇത്തവണ തയ്യിൽ സൗത്ത് കടപ്പുറം ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികളാണ് കായൽ കൃഷി തങ്ങളുടെ കുരുന്നു കൈകൾക്കും വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കൃഷിയുടെ ബാലപാഠം ഹൃദിസ്ഥമാക്കാൻ സ്കൂൾ അധ്യാപക രക്ഷകർതൃ സമിതിയുടെയും കുടുംബശ്രീയുടെയും 4ാം വാർഡ് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ സഹകരണവുമായി ഒരു നാട് തന്നെ കൂടെയുണ്ട്. കുട്ടികളിൽ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുന്നതോടൊപ്പം പ്രദേശത്തെ പ്രധാന തൊഴിലുകളിലൊന്നായ കല്ലുമ്മക്കായ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടി പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ജനകീയ ടൂറിസം പദ്ധതിക്ക് ആദ്യമായി രൂപം നൽകിയ പാണ്ഡ്യാല പോർട്ടിലെ പ്രദേശമെന്നതിനാൽ നല്ല വിളവ് നേടിയാൽ ജനകീയ ടൂറിസം പദ്ധതിയുടെ ഭാഗമാകാനും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കഴിയും. ഈ സീസണിൽ വലിയ പറമ്പിൽ വടക്കേയറ്റമായ മാവിലാക്കടപ്പുറം പുലിമുട്ട് പ്രദേശത്തും മറ്റുമായി കല്ലുമ്മക്കായ വിത്ത് വ്യാപകമായി ലഭിച്ചതും കുട്ടിക്കർഷകരുടെ കൂട്ടത്തിന് സഹായകരമായിട്ടുണ്ട്. സ്കൂൾ മുഖ്യാധ്യാപകൻ ലക്ഷ്മണൻ പുളുക്കൂൽ 20 കിലോമീറ്റർ ദൂരം തോണി തുഴഞ്ഞുപോയാണ് വിത്ത് ശേഖരിച്ചത്. കൃഷി ഇറക്കുന്നതിന് വേണ്ട സഹായങ്ങളുമായി കുടുംബശ്രീ പ്രവർത്തകരും PTA അംഗങ്ങളും വികസന സമിതി ഭാരവാഹികളും ഒത്തുകൂടി. തുണിക്കയറിൽ വിരിച്ച് ശുചീകരിച്ചെടുത്ത വിത്ത് വാരി നിറക്കുവാനും തുന്നിയെടുക്കുവാനും LP സ്കൂൾ വിദ്യാർത്ഥികൾ ആവേശം കാട്ടി. തൊഴിലുറപ്പ് തൊഴിലെടുക്കുന്നവർക്ക് അവധി ദിവസമായതിനാൽ അവരും PTA വനിതാ അംഗങ്ങളും കൂലി വാങ്ങാതെ കുരുന്നുകൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു നൽകി. അധ്യാപകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ നേരത്തെ മുള കൊണ്ടുള്ള സ്റ്റേജ് കായലിൽ തയ്യാറാക്കിയിരുന്നു. ഇതിൽ ഇന്നലെ വിത്ത് നിറച്ച കയർ ഇറക്കുകയായിരുന്നു. 5 ചാക്ക് വിത്താണ് ഏതാണ്ട് 325 കയറിൽ ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഇറക്കിയത്. തയ്യൽക്കടപ്പുറം ഗവൺമെൻറ് LP സ്കൂളിൽ വൈവിധ്യമാർന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തണമെന്നുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് കല്ലുമ്മക്കായ കൃഷി എന്നൊരു ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഈ ആശയം PTA അവതരിപ്പിച്ചു. PTA അതിന് അംഗീകാരം നൽകി. അതോടൊപ്പം തന്നെ നമ്മുടെ വികസന സമിതി പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടന വികസന സമിതി നാട്ടുകാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ട് അവതരിപ്പിച്ചപ്പോൾ നല്ല രീതിയിൽ അവർ അതിനെ സ്വാഗതം ചെയ്യുകയും പ്രത്യേകിച്ച് വികസന സമിതി ഇവിടെ ഈ നാട്ടിൽ നടപ്പിക്കൊണ്ടിരിക്കുന്ന ജനകീയ ടൂറിസം പദ്ധതിയുടെ ഒരാകർഷണമായിട്ട് ഇതിനെ മാറും എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇതിന് നല്ല പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അപ്പോൾ CDSൻ്റെ കുടുംബശ്രീ പ്രവർത്തകർ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സേവനത്തോടെ പ്രതിഫലിച്ചില്ലാതെ ചെയ്തു തരാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട K. സജീവും പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ PTA മദർ PTA എല്ലാവരുടെയും നല്ല സഹകരണമുണ്ട്. വിദ്യാർത്ഥികൾക്കൊപ്പം സ്കൂൾ മുഖ്യാധ്യാപകൻ ലക്ഷ്മണൻ, കുടുംബശ്രീ CDS ഉപാധ്യക്ഷ K. സജിത, വികസന സമിതി അംഗം K. ഭാസ്കരൻ, PTA പ്രസിഡന്റ് KV. പ്രീത, മദർ PTA പ്രസിഡന്റ് V. രമ്യ, മെട്ടമൽ ബാബു എന്നിവർ കൃഷിയിറക്കാൻ സഹായങ്ങൾ നൽകി. കായലിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായില്ലെങ്കിൽ ജൂൺ ആദ്യവാരത്തിൽ നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടി കർഷകർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം വെങ്കല ശില്പകലാ ക്യാമ്പ് 3ാം ഘട്ട പ്രവൃത്തിക്ക് തുടക്കമായി. വെങ്കലത്തിൽ ശില്പങ്ങൾ വാർത്തെടുക്കുകയാണ് 3ാം ഘട്ടം. 3 ദിവസമായി നടന്നുവരുന്ന ക്യാമ്പ് വ്യാഴാഴ്ച സമാപിക്കും. കുഞ്ഞിമംഗലത്ത് ശില്പങ്ങൾ മൂശയിൽ വാർത്തു തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത ശില്പികളാണ് ക്യാമ്പിന്റെ ഭാഗമാകുന്നത്. അവരുടെ പരമ്പരാഗത രീതികൾ പരസ്പരം കൈമാറി മെഴുകിലും മറ്റും തീർത്ത ശില്പമാതൃകകൾ വെങ്കലത്തിലേക്ക് മാറ്റുന്ന 3ാം ഘട്ട പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ബസ്തർ ശില്പങ്ങളുടെ രീതികളാണ് ക്യാമ്പിന്റെ മുഖ്യ ആകർഷണം. ക്യാമ്പ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ കൂട്ടിലിൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷമാണ് ഇവർ ശില്പങ്ങൾ വെങ്കലത്തിലേക്ക് മാറ്റുന്ന പ്രവൃത്തി തുടങ്ങിയത്. വെങ്കലം ഉലയിൽ വെച്ച് ഉരുക്കുകയും അച്ചുകൾ ചൂടയിൽ വെച്ച് ചൂടാക്കുകയും ചെയ്ത ശേഷം അച്ചിലേക്ക് ഉരുകിയ വെങ്കലം ഒഴിച്ചാണ് ശില്പം പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. വെങ്കല പൈതൃക മാതൃകയിൽ ശില്പനിർമ്മാണത്തിന് 13 ഘട്ടങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. 750 കിലോ വെങ്കലമാണ് ഉരുക്കി ശില്പങ്ങൾ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ ശില്പങ്ങളുടെ പ്രദർശനം ജനുവരി 10, 11 തീയതികളിൽ നടക്കും. 15 ദിവസങ്ങളിലായി നടന്നുവന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം 10 വൈകിട്ട് TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയാകും. കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്ര പരിസരത്താണ് വെങ്കല ശില്പകലാ ക്യാമ്പ് പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാടായി പഞ്ചായത്തിലെ വട്ടത്തോട് നാശത്തിലേക്ക്. പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണി കൂടിയായ തോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കോളേജ് ഹോസ്റ്റലിൽ നിന്നുൾപ്പെടെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി ആക്ഷേപം. ഒഴുകിയ നാടിന്റെ പ്രധാന ജലസംഭരണിയായിരുന്നു മാടായിയിലെ വട്ടത്തോട്. ജനങ്ങൾ കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഈ തോടിനെ ഉപയോഗിച്ചിരുന്നു. കാലമേറെ മാറിയപ്പോൾ തോട് മാലിന്യങ്ങൾ തള്ളാനുള്ള കേന്ദ്രമായി മാറി. തോടിന് സമീപം കാടുമൂടിയ അവസ്ഥയാണ്. സ്വകാര്യ ഹോസ്റ്റലിൽ നിന്ന് ഉൾപ്പെടെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.
ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ മാടായി പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ ഖേദകരം. അലക്കല് എല്ലാവർക്കും വീഴ്ച തോടാം. ഇപ്പൊ മാലിന്യക്കും വരമായി മാറി. അത്രയാണ് ബുദ്ധിമുട്ട്. പറഞ്ഞാൽ സ്മെല്ലുണ്ട്, പിന്നെ കച്ചറ കൊണ്ടിടുന്നത് കയ്യേറിയിട്ടുണ്ടോന്ന് വെച്ചാൽ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ആ ഭാഗങ്ങൾ അപ്പുറത്തല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതില് ശരിക്കും വെള്ളം ഇത് പോകുന്നില്ല, ഒഴുകി പോകുന്നില്ല. അതാണ് വലിയ പ്രശ്നം. ഇപ്പൊ അടുത്തായിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്, അവര് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഒരു നാടിനെ പകർച്ചവ്യാധിയിലേക്ക് തള്ളിവിടുന്ന ഹോസ്റ്റൽ ഉടമയ്ക്കെതിരെയും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെയും ഒരു ചെറുവിരൽ അനക്കാൻ പോലും പഞ്ചായത്ത് അധികാരികൾ തയ്യാറായിട്ടില്ല. നാടെങ്ങും ശുചീകരണ പ്രവർത്തനം നടത്തുമ്പോഴും ഇവിടുത്തെ മാലിന്യ നിക്ഷേപം കണ്ടില്ലെന്ന് നടിക്കുകയാണ് മാടായി പഞ്ചായത്ത് അധികൃതർ. അറവു മാലിന്യങ്ങൾ കൊണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് മാടായി ജിന്ന് റോഡിൽ നിന്ന് ആരംഭിച്ച് ചൂട്ടാട് മഞ്ച് വരെയുള്ള വട്ടത്തോട്ടിൽ. തോട് ശുചിയാക്കാൻ ആവശ്യമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരു നാടിന്റെ ജലസംഭരണിയായ മാടായിയിലെ വട്ടത്തോട് സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശുമാവ് തോട്ടങ്ങൾ ഇത്തവണ ലേലം ചെയ്യില്ല. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ വികസനത്തിനു വേണ്ടി ധനസമാഹരണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ, കപ്പെക്സ് എന്നിവയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ കശുവണ്ടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തവണ കോർപ്പറേഷൻ നേരിട്ട് കശുവണ്ടി സംഭരിക്കാമെന്ന തീരുമാനത്തിലെത്തിയത്. താൽക്കാലിക തൊഴിലാളികളെ വെച്ച് പെരുക്കിയെടുക്കാനാണ് ആലോചന. ഇതിനായുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചീമേനി എസ്റ്റേറ്റിൽ നാടൻ കശുമാവ് മുറിച്ച് ബെഡ് കശുമാവുകളാണ് ഇത്തവണ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. പലതും ഇനിയും പൂർണ്ണമായ ഉൽപാദനത്തിനെത്തിയിട്ടില്ല. ഇതിൽ ഭൂരിഭാഗവും റബ്ബർ തൈകളാണ് വെച്ചുപിടിപ്പിച്ചത്. അടുത്ത കാലത്ത് തീപിടിച്ച് ഏക്കർ കണക്കിന് തോട്ടം കത്തിനശിക്കുകയും ചെയ്തിരുന്നു. കശുമാവ് പൂത്തു തുടങ്ങിയതോടെ ഇപ്രാവശ്യം നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അധികൃതർ. കശുവണ്ടിയുടെ വില കഴിഞ്ഞ വർഷം 160 രൂപ വരെ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കല്യാശ്ശേരി 5-ാം പീടികയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ലിറ്റർ കണക്കിന് വെള്ളമാണ് റോഡിലൂടെ കുത്തിയൊഴുകുന്നത്. നാട് കടുത്ത വേനലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും പാഴാകുന്ന കുടിവെള്ളം സംരക്ഷിക്കാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു. 5-ാം പീടിക രാവുണ്ണി പീടിക ഒതേനൻ ഗുരുക്കൾ സദനത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. 2 ദിവസമായി റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകുകയാണ്. കുടിവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നു. റോഡും ചെളിക്കുളമായ അവസ്ഥയിലാണ്. പൈപ്പ് പൊട്ടിയതോടെ കുടിവെള്ള വിതരണവും താറുമാറായ സ്ഥിതിയിലായി. ആവശ്യത്തിന് കുടിവെള്ളം കിട്ടാതെ ജനം നെട്ടോട്ടമോടുന്നു. ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതോടെ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. അടിയന്തിരമായി പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാണാം പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. പൂന്തുരുത്തി മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം. പന്തൽമംഗലത്തിന് ക്ഷണിക്കാൻ നാട്ടെഴുന്നള്ളത്ത് തുടങ്ങി. പയ്യന്നൂരിന്റെ ഗ്രാമവഴികൾ ഇനി നാട്ടെഴുന്നള്ളത്തിന്റെ ആർപ്പുവിളികളാൽ സമ്പന്നമാകും. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 13 വർഷങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 4 മുതൽ 7 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് നാട്ടുകൂട്ടങ്ങളെ ക്ഷണിക്കുവാനുള്ള നാട്ടെഴുന്നള്ളത്തിന് തുടക്കമായി. ബുധനാഴ്ച രാവിലെ 9 മണിയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെയും കണ്ണങ്ങാട്ട് ഭഗവതിയുടെയും പുലിയൂർകാളിയുടെയും പുലിയൂർ കണ്ണന്റെയും പ്രതിപുരുഷന്മാർ അരങ്ങിൽ അടിയന്തരത്തിന് ശേഷം നാട്ടെഴുന്നള്ളത്തിന് അനുവാദം വാങ്ങാൻ പയ്യന്നൂർ പെരുമാളുടെ സന്നിധിയിലെത്തി. തന്റെ പന്തൽമംഗല വിവരം നേരിൽ ധരിപ്പിച്ച ശേഷം എഴുന്നള്ളത്തിന് അനുവാദവും വാങ്ങി. യുഗത്തിങ്കൽ ശ്രീ പരശുരാമൻ അവതരിച്ചു. കമ്പലമ്മൽ തപസ് ചെയ്തു, വരുണനെ സേവിച്ചു, ആരാധന സ്വീകരിക്കുകയും ചെയ്തു. 170 ഭൂമി ഉണ്ടാക്കി. 4448 ദേവപ്രതിഷ്ഠയും 360 ഭൂതപ്രതിഷ്ഠയും 108 ദുർഗാലയവും ഉണ്ടാക്കി. രാജ്യപ്പണം ബാധിതയെ ഭൂമിയുടെ ഇളക്കം ചേർത്തു. രാജ്യത്തെ ആദ്യഭ്യാമണരെ വരുത്തി. പുണ്യഭൂമി നിരത്തിക്കൂടാ എന്ന അവസ്ഥ കരുതി പിൻകുടുംബാ അറിയിച്ചു. മുൻകുടുംബാ വെപ്പിച്ചു.
10 ഗ്രാമത്തിൽ 14 ഗോത്രത്തിൽ 36,000 ബ്രാഹ്മണരെയും ഉണ്ടാക്കി 36,000 ബ്രാഹ്മണർക്ക് ശ്രീ പരശുരാമൻ പൂവും നീരും കൊടുത്തു. എല്ലാം നിങ്ങൾ ബ്രഹ്മസ്വത്തായി അനുഭവിച്ചുകൊള്ളുക എന്ന് വ്യവസ്ഥ കൽപ്പിച്ചു. പിന്നെ ശ്രീ പരശുരാമൻ 64 ഗ്രാമമാക്കി കൽപ്പിച്ചു. തുടർന്ന് തന്ത്രിമഠത്തിലെത്തി. മുച്ചിലോട്ട് ഭഗവതിയെ പയ്യന്നൂരിലെത്തിച്ച ചൊവ്വാട്ട പൊതുവാളുടെ ആരൂഢം നിൽക്കുന്ന ഇടത്തും കുറിയിട്ട ശേഷം കാമ്പ്രത്ത് തറവാട്ടിലെത്തി. വരും ദിവസങ്ങളിൽ കൈവിളക്കിന്റെ അകമ്പടിയിൽ പ്രതിപുരുഷന്മാരും കാരണവന്മാരും ബാല്യക്കാരും അടങ്ങുന്ന സംഘം മെയ്യാളായി പുത്തിയും പരിചയം പിടിച്ച പോത്തേര വീട്ടിലെ വഴിയാനന്ദരന്റെ അകമ്പടിയോടെ ഇടവീടും ചുങ്കവുമില്ലാതെ പയ്യന്നൂർ തറയിലെ വീടുകൾ കയറിയിറങ്ങും. തമ്പുരാട്ടിയുടെ പന്തൽമംഗലത്തിന് ദേവി തന്നെ നേരിട്ടെഴുന്നള്ളി നാട്ടുകൂട്ടത്തെ ക്ഷണിക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിപുരുഷന്മാരുടെ നാട്ടെഴുന്നള്ളത്ത് നടക്കുന്നത്. എല്ലാ വർഷവും പൂരത്തിന്റെ പിറ്റേന്നാണ് നാട്ടെഴുന്നള്ളത്ത് നടക്കാറ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പൂന്തുരുത്തി മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നാലിലപ്പന്തലിന്റെ കാൽനാട്ട് കർമ്മം ബുധനാഴ്ച നടന്നു. ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ PA സന്തോഷ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 13 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന് ആചാരസ്ഥാനികരുടെ ഭക്ഷണപുരിയായ നാലിലപ്പന്തലിന്റെ കാൽനാട്ട് കർമ്മം ക്ഷേത്രസന്നിധിയിൽ നടന്നു. ആഘോഷ കമ്മിറ്റി കൺവീനർ PV വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ PA സന്തോഷ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. TP ബാലനാചാരി, കൺവീനർ PV ബാബു, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ PU രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൊഴിലാളി വർഗം നടത്തുന്ന പോരാട്ടത്തിലൂടെ കാൾ മാർക്സ് ഇന്നും ലോകത്ത് സജീവമാണെന്ന് ദേശാഭിമാനി ചീഫ് എഡിറ്റർ P. രാജീവ് പറഞ്ഞു. മാർക്സിന്റെ 200ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി വെള്ളൂരിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജീവിച്ച മാർക്സിനേക്കാൾ മരിച്ച മാർക്സാണ് ലോകത്തെ ഇളക്കി മറിക്കുന്നത്. നവലിബറൽ നയങ്ങൾക്കെതിരെ തൊഴിലാളി വർഗം 2 ദിവസങ്ങളിലായി നടത്തുന്ന പൊതുപണിമുടക്ക് പോലും മാർക്സിയൻ തത്വശാസ്ത്രത്തിന്റെ പ്രതിഫലനമാണെന്ന് രാജീവ് പറഞ്ഞു. മരിച്ച മാർക്സ് ജീവിച്ച മാർക്സിനേക്കാളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മരിച്ച മാർക്സ് കുറെ കൂടി ആധികാരികതയോടെ ലോകത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടെയല്ലല്ലോ മാർക്സ് കിടക്കേണ്ടത് എന്ന് മാർക്സിന് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ നേരത്തെ ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈയെടുത്ത പലരും ചിന്തിക്കുകയും മുൻവശത്ത് തന്നെ മാർക്സിന്റെ ഒരു ശവകുടീരം സ്ഥാപിക്കുകയും ചെയ്തു. സെമിത്തേരിയിൽ ഒത്തിരിയേറെ പേർ ഉറങ്ങുന്നുണ്ട്. മാർക്സിന്റെ തൊട്ട് എതിർവശത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ദാർശനികന്മാരുണ്ട്. സ്പെൻസറെ അവിടെ കാണാൻ കഴിയും. ജീവിച്ചിരുന്ന കാലത്ത് മാർക്സിനേക്കാളും പ്രശസ്തനായിരുന്നു അദ്ദേഹം. മാർക്സിന്റെ 200ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം വെള്ളൂർ ജവഹർ വായനശാല പന്തലിൽ സംഘടിപ്പിച്ച സ്തംഭിച്ചു നിൽക്കാത്ത ലോകം മാർക്സിലേക്ക് ചായുന്ന കാലം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. EP രാജഗോപാലൻ, KV സുധാകരൻ, KV പ്രശാന്ത് കുമാർ, PK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. P ജയേഷ് സ്വാഗതവും KV ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപകരെ ആദരിക്കും. വെള്ളിയാഴ്ച രാവിലെ 10 ഒരുക്കുന്ന ഗുരുവന്ദനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ ചെറുകുന്നിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളിന്റെ പ്രവർത്തന കാലയളവിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച 70ഓളം അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും. TC ഗംഗാധരൻ അധ്യാപകരെ പരിചയപ്പെടുത്തും. ഗുരുവന്ദനത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപകൻ ബാലകൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ ആദ്യകാല ക്ലാസ് റൂം പുനരാവിഷ്കരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അവരുടെ ഒരു സംഗമവും അവരുടെ ചിത്രരചനയും അത് ഒരുപാട് വലിയ രീതിയിൽ ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. സംഘാടക സമിതി ചെയർമാൻ N. ശ്രീധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KV രാമകൃഷ്ണൻ, PTA പ്രസിഡന്റ് M. ഗണേശൻ,
ബാലകൃഷ്ണ മാരാർ, ടി സുജിത്ത്, KV ശ്രീധരൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കളരിയിൽ ചുവടുകൾ വെച്ച് 100ഓളം കുട്ടികൾ. പുതുതലമുറയിൽ നിന്നും കളരി പഠിക്കാനെത്തുന്നവർ സ്വന്തം ആരോഗ്യത്തിലേക്ക് കൂടിയാണ് ചുവടുവെക്കുന്നത്. പുതുതലമുറകളിൽ നിന്നും കളരിയിലെത്തി ചുവടുകൾ അഭ്യസിപ്പിച്ചതിന്റെ നേട്ടം കൊയ്യുകയാണ് 100ഓളം കുട്ടികൾ. CVV കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കളരി അഭ്യസിക്കുന്ന കുട്ടികളാണ് ചീമേനിയിൽ ഒത്തുകൂടി കളരിമുറകൾ പ്രദർശിപ്പിക്കുകയും കളരിയുടെ ചരിത്രവും ഇതിന്റെ ഗുണങ്ങളും അറിയുകയും ചെയ്തു. ക്രിസ്റ്റോ ഗുരുക്കളാണ് കളരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തത്. കളരി പഠിച്ചാൽ മാത്രം പോരെന്നും ഇതിന്റെ ചരിത്രം കൂടി നാം അറിയേണ്ടതുണ്ടെന്നും ഗുരുക്കൾ ഓർമ്മിപ്പിച്ചു. കേരളത്തിന്റെ തനത് ആയോധ ജീവനായ കലയായ കളരിപ്പയറ്റിന് ഇന്ന് ഗ്രാമങ്ങൾ തോറും പുതിയ കളരികളായിട്ട് CVV കളരി സംഘം വരികയാണ്. എല്ലാ ആളുകളുടെയും കളരിപ്പയറ്റിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ ആളുകളും കളരിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടായി. ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന പ്രൗഢഗംഭീരമായ കളരികൾ വീണ്ടും നമുക്കിന്ന് പുനഃസൃഷ്ടിക്കുകയാണ്. കളരി പയറ്റ് പഠിക്കുന്നത് വഴിയുള്ള എല്ലാ ഗുണങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ധാരാളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കളരിയിലേക്ക് ആകർഷിതരായി വരികയുണ്ട്. വർത്തമാനകാല ജീവിതശൈലീ രോഗങ്ങൾ കുട്ടികളെ പോലും പിടികൂടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം സ്വന്തം നാടിന്റെ പാരമ്പര്യത്തിന്റെ കളരി കൂടി അഭ്യസിപ്പിച്ചാൽ ആരോഗ്യത്തിന് ഉത്തമമാകുമെന്ന വിശ്വാസത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കളിയാട്ടപ്പന്തൽ ഉയർന്നു. കണ്ടോത്ത് കൂർമ്പ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഐവർ പരദേവതമാർക്കൊപ്പം വിവിധ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തും. ഉത്തര മലബാറിലെ ഐവർ പരദേവതാ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ കണ്ടോത്ത് ശ്രീ കൂർബ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ജനുവരി 10, 11, 12, 13 തീയതികളിൽ നടക്കും. ജനുവരി 10 പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതുവരുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് കളിയാട്ടം തുടങ്ങൽ. തുടർന്ന് പ്രധാന ദേവികളായ പുള്ളിക്കരിങ്കാളി, പുലിയൂരുകാളി തെയ്യങ്ങളുടെ തോറ്റങ്ങൾ അരങ്ങിലെത്തും. കളിയാട്ട ദിവസങ്ങളിൽ കരിന്തിരി നായർ, പുലിക്കണ്ടൻ, കാളപ്പുലി, മാരപ്പുലി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, കുണ്ടോറ ചാമുണ്ടി, പുതിയ ഭഗവതി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. 4ാം കളിയാട്ട ദിവസം രാവിലെ 6 മണിയോടെ അരങ്ങിലെത്തുന്ന പൂലിൻകീഴിൽ ദൈവം ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. കളിയാട്ട ഭാഗമായി 3ാം കളിയാട്ട ദിനമായ ശനിയാഴ്ച രാത്രി വടക്ക് ഭാഗം കോറവും തെക്ക് ഭാഗം കാഴ്ച കമ്മിറ്റികളുടെ നയനമനോഹരമായ കാഴ്ചകളും ഉണ്ടാകും. തുടർന്ന് തെക്ക് ഭാഗം കാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെടിക്കെട്ട് നടക്കും. 4ാം ദിനം വൈകിട്ട് 5 മണിക്ക് പ്രധാന ആരാധനാമൂർത്തികളായ പുള്ളിക്കരിങ്കാളി, പുലിയൂരുകാളി എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും. രാത്രി 10 ക്ഷേത്രം കമ്മിറ്റിയുടെ വെടിക്കെട്ട് ഉണ്ടായിരിക്കും. രാത്രി വൈകിട്ട് ആറാടിക്കലോടെ കളിയാട്ടത്തിന് സമാപനമാകും. ആഘോഷഭാഗമായി 1ാം ദിനം വടക്ക് ഭാഗം കാഴ്ച കമ്മിറ്റിയുടെ മെഗാ ഷോ, 2ാം ദിനം കോറോം കാഴ്ച കമ്മിറ്റിയുടെ അക്ഷരങ്ങൾ, നാടകം എന്നിവയും അരങ്ങേറും. കളിയാട്ടത്തിന്റെ വരവറിയിച്ച് തിരുമുറ്റത്ത് പടുകൂറ്റൻ പന്തൽ ഉയർന്നു. മെടഞ്ഞ ഓലയും തിരിയോലയും ഉപയോഗിച്ചു നയനമനോഹരമായാണ് പന്തൽ ഒരുക്കുന്നത്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാപരിശീലന പദ്ധതി 2018-20 പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം ജനുവരി 11 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കുഞ്ഞിമംഗലം VR നായനാർ വായനശാലയിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ദ്വിദിന പണിമുടക്ക് പൂർണ്ണം. 2ാം ദിനവും പണിമുടക്ക് ഹർത്താലായി മാറി. പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട RSS പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. പഴയങ്ങാടി ചെങ്ങൽ സ്വദേശി മൊത്തങ്ങ ധനേഷിനെതിരെയാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. പെരിങ്ങോം പന്നമ്പാറ മാതമംഗലം റോഡിന് എന്ന് ശാപമോക്ഷം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. മലയോര മേഖലയിലെ ജനങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങളുടെ വർഷങ്ങളായുള്ള പ്രതീക്ഷ കൂടിയാണ് ഈ റോഡ്. കാർഷിക സംസ്കൃതി ഉയർത്തിപ്പിടിച്ച് കുരുന്നുകൈകൾ. കല്ലുമക്കായ കൃഷിക്ക് വളക്കൂറുള്ള കവായിക്കായലിലെ പാണ്ഡ്യാലക്കടപ്പുറത്ത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷി ഇറക്കി. മാടായി പഞ്ചായത്തിലെ വട്ടത്തോട് നാശത്തിലേക്ക്.
പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണി കൂടിയായ തോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി. കോളേജ് ഹോസ്റ്റലുകളിൽ നിന്നുൾപ്പെടെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി ആക്ഷേപം. വാർത്താ നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.